ഹരേ കൃഷ്ണ. അഹങ്കാരനാശം ചെയ്യുന്ന കീർത്തിമുഖത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പരമ്പരാഗത രീതിയിൽ നിർമ്മിക്കുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ ഗോപുര കമാനങ്ങളുടെ മുകളിൽ കാണുന്ന സിംഹമുഖിയായ കീർത്തിമുഖം നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെയും ആസുരിക വാസനകളെയും വിഴുങ്ങുന്നു എന്നാണ് സങ്കല്പം. ഉഗ്രനേത്രം, സിംഹത്തിന്റെ മുഖം, തുറന്ന വായ, പുറത്തേക്ക് നീളുന്ന വലിയ നാക്ക് ഇവയൊക്കെയാണ് കീർത്തിമുഖത്തിന്റെ പ്രത്യേകതകൾ. കീർത്തിമുഖത്തിന്റെ ഉത്ഭവകഥ പറയാം. പാർവതീദേവിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ജലന്ധരൻ എന്ന അസുരൻ ഒരിക്കൽ രാഹുവിനെ തൻ്റെ ദൂതനായി കൈലാസത്തിലേക്ക് പറഞ്ഞയച്ചു. മഹാദേവന്റെ സന്നിധിയിലെത്തിയ രാഹു തൻ്റെ യജമാനായ ജലന്ധരന് പാർവതീദേവിയെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. രാഹുവിൻ്റെ വാക്കുകൾ ശ്രവിച്ച് ഉഗ്രകോപം പൂണ്ട ഭഗവാൻ മഹാരുദ്രന്റെ തൃക്കണ്ണിൽ നിന്ന് അതിഭയങ്കര രൂപിയായ ഒരു സത്വം പുറത്തുവന്നു. തീജ്വാലകൾ തുപ്പുന്ന നേത്രങ്ങളും സിംഹത്തിന്റെ മുഖവും പുറത്തേക്ക് നീളുന്ന നാക്കോടുകൂടിയതുമായ ആ രൂപത്തെ കണ്ട് ഭയന്നു വിറച്ച രാഹു ഉടനെ തന്നെ മഹാദേവന്റെ കാൽക്കൽ വീണു ക്ഷമയാചിച്ചു. കരുണാനിധിയായ ഭഗവാൻ രാഹുവിനോട് ക്ഷമിച്ചു. ആ ഉഗ്രരൂപത്തോട് സ്വന്തം ശരീരത്തെ തന്നെ ഭക്ഷിക്കുവാൻ കൽപ്പിച്ചു. കൽപ്പനയനുസരിച്ച് ആ സത്വം തൻ്റെ ശരീരത്തെ തന്നെ ഭക്ഷിച്ചു. ഒടുവിൽ മുഖം മാത്രം ബാക്കിയായി. ആ മുഖമാണ് കീർത്തിമുഖം. സ്വയം തൻ്റെ തന്നെ അഹംബോധത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് യഥാർത്ഥ കീർത്തി. ആ രൂപത്തിൻ്റെ അസാധാരണമായ അർപ്പണബോധത്തിൽ സംപ്രീതനായ ശിവൻ അതിനെ കീർത്തിമുഖം എന്ന് നാമകരണം ചെയ്യുകയും എല്ലാ ക്ഷേത്രങ്ങളുടെയും കവാടത്തിൽ സംരക്ഷകനായി വിരാജിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നവരെ തിന്മകളിൽ നിന്നും നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന കാവൽക്കാരനായാണ് കീർത്തിമുഖത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് കവാടങ്ങളിൽ ഇതിനെ സ്ഥാപിച്ചു കാണുന്നത്. സ്വന്തം ശരീരത്തെ തന്നെ ഭുജിക്കുന്ന കീർത്തിമുഖം അഹംഭാവത്തിൻ്റെയും അജ്ഞതയുടെയും വിനാശത്തെയാണ് പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നത്. ഭാരതീയ ക്ഷേത്ര വാസ്തുവിദ്യയിലും ഐതിഹ്യങ്ങളിലും അത്യന്തം പ്രാധാന്യമുള്ള ഒരു സംരക്ഷണ ചിഹ്നമാണ് കീർത്തിമുഖം. അക്ഷരാർത്ഥത്തിൽ കീർത്തിയുടെ മുഖം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ക്ഷേത്ര പ്രവേശന കവാടങ്ങളിലും ഗോപുരങ്ങളിലും വിഗ്രഹങ്ങൾക്ക് മുകളിലുമെല്ലാം ഇത് നമ്മൾക്ക് കാണാവുന്നതാണ്. കീർത്തിമുഖം വീടിൻ്റെ കവാടങ്ങളിൽ സ്ഥാപിക്കുന്നത് ദുഷ്ടശക്തികളെയും നെഗറ്റീവ് ഊർജങ്ങളെയും പുറത്തു നിർത്താൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കീർത്തിമുഖം സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം വീടിൻ്റെ പ്രധാന വാതിലിന് തൊട്ടുമുകളിലാണ്. ഇതൊരു കാവൽക്കാരൻ്റെ സ്ഥാനത്താണ് സങ്കല്പിക്കുന്നത്. കീർത്തിമുഖം ആവശ്യമുള്ളവർക്കായി ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്തിടാം. ആവശ്യമുള്ളവർ വാങ്ങി അത് വീടിൻ്റെ മുൻവശത്ത് തന്നെ സ്ഥാപിക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.